നല്ലൊരു കുട്ടീനൊക്കെ തന്നു കഴിഞ്ഞ് പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഒരു മഹാലക്ഷ്മീനെ എന്റെ വീട്ടിലൊരു മഹാലക്ഷ്മിയുടെ ദൈവം തന്നതാ. നാട്ടിലൊരു മാതൃകാ ദമ്പതിമാരാണ്. അങ്ങനെ ആര് പറഞ്ഞു? അങ്ങനെ ആര് പറഞ്ഞു? അല്ല ഒരുമ ഏറ്റവും അധികം ഹേറ്റേഴ്സ് ഇല്ലാത്ത ആൾക്കാരാണ് നിങ്ങള്. ആണോ? അതെനിക്ക് അത് ഈ വീട് വരുമ്പോ ഇനി കേട്ടിന ഇന്നീനു എന്നിട്ട് വീണ്ടപ്പാ ഓളെന്താ പറഞ്ഞു? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചോടി എന്നിട്ട് അങ്ങോട്ട് ഞാൻ നീ അങ്ങ് പൊളിച്ചട. എന്ത് എക്സ്പ്രഷനാ നിന്റെ മുഖത്ത് ഞാൻ കണ്ണെടുത്തത്. ഞാൻ ഇങ്ങനെ നോക്കാം. ഞാൻ അമീത് മിരിയുടെ വരുമാനം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് കണ്ടിരുന്ന് ഇത് ഇടണം. ശരിക്കുള്ളതാണ് അയച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ വാടക വീട്ടിൽ നിന്നിട്ടുണ്ട്. കുറേ ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാണ്ട് ഡിഫിക്കൽട്ടാണ്. എൻ്റെ അച്ഛൻ ഇപ്പോഴും സർക്കസിലാണ് ജോലി ചെയ്യുന്നത്. ഇല്ലാത്ത ദിവസം അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ വിളിച്ച് ഭക്ഷണം തരാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല. നമ്മളെ ചിലപ്പം അമ്മ ഒരു പാത്രത്തിൽ എല്ലാവർക്കും കൂടിയൊക്കെ തന്ന് ഉണ്ടായിട്ടുണ്ടാവും. മില്യോന്റെ കാര്യത്തിലൊക്കെ ചില ആൾക്കാർ പറഞ്ഞു, ഈ കുട്ടി എന്നെ മരിച്ചിട്ടില്ലേ, ഇതെന്താ ചാവാത്ത. സോഷ്യൽ മീഡിയയിൽ ഇഷ്ട ദമ്പതികളായിട്ടുള്ള മീത് മിരിയുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. ഇനി അവരുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്കും പുതിയ അവരുടെ എന്തൊക്കെയാണ് അവർക്ക് നമ്മളോട് പറയാനുള്ളത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം. നാട്ടിലൊരു മാതൃകാ ദമ്പതിമാരാണ്. അങ്ങനെ ആര് പറഞ്ഞു? അങ്ങനെ ആര് പറഞ്ഞു? അല്ല, ഒരുപാട് നമ്മളെന്താ പറയാ, നാട്ടും പുറത്തുനിന്നൊക്കെ ഉയർന്ന് ഇത്രയൊരു, എനിക്കൊരു കണ്ണൂർക്കാരി നല്ലൊരു അഭിമാനമുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളെ കാണുമ്പോഴേ ഇത്രയൊരു അറിയപ്പെടുന്ന ഒരാളായി മാറുക സത്യം. അപ്പൊ അങ്ങനെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര എന്താ ഒരു സെലിബ്രിറ്റി ഭയങ്കര ഇഷ്ടം നമ്മളെ. ഒറ്റ വാക്കില് എല്ലാരും വന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യും. അയ്യോ അതൊക്കെ ഉണ്ട്. നാട്ടിൽ ഏറ്റവും വലിയ ഫേമസ് ടെമ്പിൾ അണ്ടലൂർ കാവ് അറിയാം. അപ്പൊ അവിടെ നമ്മള് ഇപ്പൊ തെറ വരാൻ പോകുന്നതാണ്. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ കാവിൽ തെറേൻ്റെ സമയത്ത് പോകുമ്പോൾ ഫുള്ള് ക്രൗഡഡ് ആയിരിക്കും. അപ്പൊ ആ സമയത്താണ് എല്ലാവരും നമ്മളെടുത്ത് വരലും ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലൊക്കെ ഭയങ്കര സന്തോഷമുള്ള. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം മെറീന എന്നും ബിഗ് സ്ക്രീനിൽ എന്നും എന്താ പറയണ്ടേ കൂടുതൽ കാണണമെന്ന്. എനിക്ക് അഭിനയിക്കാനുള്ള എന്നെക്കാളും നന്നായിട്ട് അഭിനയിക്കും. ഓ പിന്നെ റീസെന്റ് ലക്ഷ്മി സഞ്ജുവിനെ അറിയില്ലേ? മിത്തോട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ലക്ഷ്മി എന്നെ വിളിക്കാം, സഞ്ജു വിളിക്കൊന്നുമില്ല. ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ലക്ഷ്മി എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അല്ലെങ്കിൽ ഞാനും ലക്ഷ്മിയും നമ്മള് മറ്റേ സി കേരളത്തിലെ പ്രോഗ്രാം നടക്കുന്നത്, ലക്ഷ്മിയൊക്കെ ഒരു കൊതിഞ്ഞോണൊക്കെ പറയണമെങ്കിൽ നമ്മൾ രണ്ടാളും വിളിച്ച് ഇങ്ങനെ പല കാര്യങ്ങളും പറയും. ഫ്രീ അവരും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മൂവീസൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫ്രീ ടൈം കിട്ടുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും. ഞാൻ പറയാൻ വന്നത്, ലാസ്റ്റ് എനിക്ക് 2 weeks മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഫുള്ള് മിത്തോട്ടനുള്ളത്. എന്നെ സൈറ്റ് അടിക്കുന്ന പോലത്തെ ഒരു കുറച്ച് സീന്. അപ്പോൾ അതിൽ മൊത്തം മിത്തോട്ടനാണ്. അപ്പം മിത്തോട്ടന് കുറച്ച് നല്ല ക്യൂട്ട് എക്സ്പ്രഷൻ എല്ലാം ഉണ്ട്. അപ്പം ലക്ഷ്മി വോയിസ് മെസ്സേജ് അയച്ച് ഞാൻ കേട്ടതാണ്. എല്ലാ വീഡിയോയിലും മെറീനയാണ് ശ്രദ്ധിക്കാറ്. പക്ഷെ ഈ വീഡിയോയിൽ നീ അങ്ങ് പൊളിച്ചട. എന്ത് എക്സ്പ്രഷനാണ് നിന്റെ മുഖത്ത് ഞാൻ കണ്ണെടുത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുക. അതെ, അവള് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അത് പറഞ്ഞു. ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് അത് ആസ്വദിച്ചു. അപ്പൊ മിത്തുവായിട്ടാണ് ഞാൻ പറഞ്ഞാ വന്നത്. മിത്തുവായിട്ടാണ് ആക്ച്വലി അങ്ങനത്തെ കഴിവുകളൊക്കെ കൂടുതലുള്ളത്. നമ്മളെ മറ്റേ പണ്ടത്തെ നമ്മളെ കുഞ്ചാക്ക് പോകാനും പിന്നെ അങ്ങനത്തെ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുക ഈ ഹൊറർ മൂവി ഒക്കെ അല്ലേ, അതിൽ ഏതെങ്കിലും ഒരു പ്രേതമായിട്ട് കണ്ണ് പൊട്ടിയ പ്രേതോ കാല് പൊട്ടിയ പ്രേതം ഒക്കെ ആയിട്ട് സൈഡിലോട്ട് പോയി പേടിപ്പിക്കുന്നത്, അതൊക്കെ എനിക്ക് ഇഷ്ടം.
സാധനങ്ങൾ വരും. എനിക്ക് ഇങ്ങനെ നമ്മുടെ ഹിന്ദി സീരിയൽസ് ഒക്കെ ഇല്ലേ, രാമായണം മഹാഭാരതൊക്കെ അങ്ങനത്തെ ഒക്കെ സിനിമ ഞാൻ ഇപ്പൊ മലയാളത്തിൽ എപ്പോഴെങ്കിലും അങ്ങനത്തെ സീരിയലൊക്കെ അതില് എനിക്ക് കുചേലനായാൽ മതി. ആ മഹാഭാരതം എടുക്കുകയാണെങ്കിൽ അർജുനനാവണം. അപ്പത്തേക്ക് ഞാനൊന്ന് ബോഡിയൊക്കെ ദുഷ്ടകഥാപാത്രമായിരുന്നു ശകുനിയാ. എല്ലാരും എന്നോട് പറഞ്ഞു ശകുനിന്റെ ലുക്ക് ഉണ്ട്. അല്ല എന്നോട് എപ്പം പറഞ്ഞു ശകുനിന്റെ ലുക്ക് ഉണ്ട്. മറ്റേ മഹാഭാരതത്തില് അഭിനയിച്ച ശകുനി ഉണ്ടല്ലോ, അയാളുടെ റിയൽ രൂപം എന്റെ ആ ഒരു കേളി ഹെയർ ഒക്കെ കളറൊക്കെ അടിച്ചിട്ട് അതില് കൊറേ എനക്ക് അങ്ങനെ മെസ്സേജ് തന്നെ മഹാഭാരതത്തില് ശകുനിന്റെ ലുക്ക് ഉണ്ട് എന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ശകുനീനെ വെച്ചിട്ട്. എനിക്ക് പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കും. ഇതിങ്ങനെ ആലോചിക്കുക, ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ വെറൈറ്റി ഓഫ് കമന്റ്സ് ഇങ്ങനെ വായിക്കാൻ. ആണോ? അത് ഈ വീട് വരുമ്പോ ഇടക്കിടക്കില്ലേ ഈ ലുക്ക് മാറ്റൂല്ലേ? ലുക്ക് മാറ്റുമ്പോ ചോദിക്കോ അയ്യോ ഇഷ്ടമുള്ളത് എന്താ പറയാ, ഇത് കൊള്ളാവോ, അങ്ങനെ എല്ലാ അഭിപ്രായം നമ്മളെല്ലാം നമ്മളുടെ കാര്യത്തിലുണ്ടല്ലോ രണ്ടുപേർക്കും അതിൻ്റെതായ ഫ്രീഡം ഉണ്ട്. പക്ഷേ മിത്തോട്ട് എന്നെ മുടി മുറിക്കാൻ വിടൂല അല്ലേ മിത്തട്ട? അതെന്തുകൊണ്ടാണ് എന്റെ ഇഷ്ടം കൊണ്ടല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ലോങ് ഹെയർ ഇഷ്ടമുള്ളതുകൊണ്ടാണ് മെറീനെ മുടി മുറിക്കാതെ ആൾക്കാർ കേൾക്കും ഓ അവന്റെ ഇഷ്ടത്തിനല്ല അവൾ. അതല്ല, മെറീന്റെ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും എനിക്ക് ലോകത്തിലെ ആരെക്കാട്ടും കൂടുതൽ ഇവളെ അറിയുന്നത് ഞാനാ. കാരണം ഇവള് മുടി മുറിക്കും ഇപ്പം. അതിനുശേഷം കാണേണ്ട ഞാനാ. വീട്ടിൽ വന്നിട്ട് ഒരു ഇരിപ്പാ. നീ വിളിക്കേ മെറീന്ന് വിളിക്കേ. മെറി മെറി എന്താ മെറി? ഇഷ്ടമായിട്ടാ ചോട്ടയായിപ്പോയല്ലേ. പിന്നെ ഒരാഴ്ചത്തേക്ക് ഇത് സഹിക്കുവാ. അവളെ മാറ്റിയെടുക്കണ്ടേ. ഇവള് പെട്ടെന്ന് ഡൗൺ ആയി പോകും. ഇത് ഞാനെപ്പോ അതുകൊണ്ട് എനിക്കറിയാം ഇവളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് കംപ്ലീറ്റ് അറിയാം. ഇവള് ഞാനെപ്പം പറയും മെരീൻ ഇത് നീ ഉണ്ടല്ലോ ഹനുമാനെ പോലെയാ മെരീൻ. ലുക്കല്ല കേട്ടോ, ഹനുമാന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താ അറിയോ, ഹനുമാന് കുറേ കഴിവുകളുണ്ട്. പക്ഷെ ഹനുമാൻ അത് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല. ആരെങ്കിലും പോയിട്ട് ഹനുമാന്റെ കഴിവുകൾ മുഴുവൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഹനുമാൻ ലങ്കയിലേക്ക് ചാടാൻ ഹനുമാനോട് ആരോ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ലങ്കയിൽ ചാടാൻ പറ്റിയത്. ആ കഴിവുണ്ട് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. മെരീനോട് അങ്ങനെ ഞാൻ പറയണം, മെരീൻ എനിക്ക് അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും, എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റും, എന്നാലേ ഇതൊന്ന് എണീക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഡൗൺ ആയി കഴിഞ്ഞാൽ ഡൗൺ ആയത് തന്നെയാ. അപ്പൊ എനിക്കറിയാം മുടി മുറിച്ചു കഴിഞ്ഞാല് ആള് സെറ്റാവില്ല. ആൾക്ക് ഇഷ്ടം മുടി ഉള്ളത് തന്നെയാ. പക്ഷെ ചില സമയത്ത് ഒരു തിരുപ്പം വരൂല ഇങ്ങനെ ആ സമയത്ത് വന്നിട്ട് മിത്താട്ട മുടി മുറിക്കട്ടെ, വേണ്ട ചോദിക്കും. അതെ, അഥവാ ഇപ്പൊ ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് ഒരു ചിന്തയില്ലല്ലോ എന്ന് പറയും. നല്ല ഒരു ദിവസം വരണം പ്ലീസ്. അറിയാതെ വന്നാൽ ഞാൻ ഇങ്ങനെ എങ്ങനെയുള്ള അതേപോലെ തന്നെയാ വീട്ടിലും. ഇത് ഇങ്ങനെ മഴവില് പോലെയാ, പല കളർ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. കണ്ടോ കണ്ടോ കണ്ടോ. നേരത്തെ ഒരു കാര്യം പറഞ്ഞു. പോണ്ടേ? ഇല്ല, ഇതടിയാ നമ്മള് റിയാക്ട് ചെയ്യാണ്ടിരുന്നാ പോരെ. ഞാൻ റിയാക്ട് ചെയ്യാനില്ല. പക്ഷേ ഇല്ലേ ഇപ്പൊ മിലിയന്റെ അടുത്ത് നല്ലോണം കിട്ടും. എനിക്ക് പെൺകുട്ടി വേണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ആദ്യമൊക്കെ പെൺകുട്ടിയായിരുന്നു. പിന്നെ ഏതോ ഒരു സിനിമ ഫോട്ടോ എന്തോ കണ്ട പിന്നെ ഇവക്ക് ആൺകുട്ടിയായി. അപ്പം ജനിച്ചപ്പം ഞാൻ പറഞ്ഞു ആൺകുട്ടികൾ എപ്പം ടുവേർഡ്സ് അമ്മയായിരിക്കും കൂടുതൽ അറ്റാച്ച്മെന്റ്. ഞാൻ എൻ്റെ അമ്മയായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്. ഞാൻ പറഞ്ഞു അപ്പം മെരി പറഞ്ഞു നോയിക്കോ എൻ്റെ ബേബീനെ ഞാനൊരു അമ്മച്ചക്കനായിട്ട് വളർത്തുന്നു. അത് അച്ചിട്ട പോലെ തന്നെ. അത് ഇപ്പൊ മറ്റേ കോവാലനെ പോലെ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങൂല. പക്ഷേ എന്നാ ചവിട്ടും കുത്തലല്ല ഈ പാട മാത്രമേ ഉള്ളൂ. നല്ല സുഖത്തിൽ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നേരും ഒച്ച അടി കൊടുക്കും, ചെവി നീച്ച പറക്കുന്നേരം ഞാൻ മിണ്ടാണ്ട് ഇവിടെ കിടക്കും.
അടിക്കുമ്പോ ഒരു ദിവസം വാടി ഇല്ല, കുട്ടികളുടെ അടിക്ക് വേദന ഉണ്ട്, ചെറിയ കയ്യൊന്നും അവര് ലൂസ് ആയിട്ടുള്ള അടിക്കുക. അടിക്കാം പിന്നെ ഉമ്മ വെക്കുമ്പോ കടിക്കുകയൊക്കെ ചെയ്യാം. ഇതാ എന്റെ ഇവിടെ ഒരു കലയുണ്ടല്ലോ, എന്നെ മാന്തിയതാ എന്റെ ഇവിടെ ഇതാ. മുഖത്ത് മാത്രം കടിക്കും. ഞാൻ പറയും മിലിയോ പപ്പേന്റെ മുഖം മാത്രം പിടിക്കല്ലടാ, കഷ്ടപ്പെട്ടിട്ട് സെറ്റ് ആക്കുന്നത്. സെറ്റാക്കി വന്നയാ. അപ്പൊ അങ്ങനെ അപ്പൊ വീട്ടിൽ നല്ല രസമായിരിക്കും. മോൻ വന്നോണ്ട് ഒരുപാട് മാറ്റങ്ങൾ. അത് അങ്ങനെയാ, മക്കള് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ആ ഒരു, നമ്മള് പ്രൊമോട്ടഡ് ആവുമല്ലേ. ബാച്ചിലർന്ന് കല്യാണം കഴിച്ചു, അത് കഴിഞ്ഞ് കുട്ടികളുടെ അച്ഛനും അമ്മയായി. അച്ഛനമ്മന്ന് വിളിക്കാൻ പപ്പ അമ്മ. എന്നെ പപ്പാന്ന് വിളിക്കാം, അമ്മേനെ അമ്മാന്ന് വിളിക്കാം. ബാക്കി അവൻ പക്ഷെ എല്ലാരും അമ്മന്ന് വിളിക്കാം. എല്ലാരും അമ്മ. മിത്തേട്ടൻ അമ്മേനെ അമ്മന്ന് വിളിക്കാം, എന്റെ അമ്മേനെ, എന്റെ അനിയത്തിനെ എല്ലാരും. മിരീന്റെ അച്ഛനെ അച്ഛാന്ന് വിളിക്കും. എന്റെ അച്ഛനെ അവൻ അച്ഛന്ന് വിളിക്കും. ഇല്ല ഇല്ല, അന്നെ പപ്പാന്ന് വിളിക്കാം, പാന്ന് മിത്തേട്ടന് പാന്ന് ഡാഡിന്ന് വിളിപ്പിക്കാൻ ഞാൻ ഭാഗ്യം, അല്ലെങ്കിൽ ഡാന്ന് വിളിക്കൂലേ, പാന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. വലിയ ആള് കുറച്ച് വലുതാവുമ്പോ നിങ്ങൾ രണ്ടാളും നമുക്കിപ്പോ പേടിയാ. നോക്കാണോ ഇന്ന് രാവിലെ കൂടി പ്രാർത്ഥിച്ചിട്ടുള്ള അയ്യോ എന്റെ മോനെ നല്ല കഴിക്കുന്നേ. അതല്ല കുരുത്തക്കേടായിട്ട് വികൃതിയായിട്ടാ ഞാൻ പറഞ്ഞ. അങ്ങനെ അവന് ഭയങ്കര വികൃതി. വികൃതി കൂടുതലാ ആക്ച്വലി. എനിക്ക് നിന്നെ കാണുമ്പോ ശരിക്കും ഓർമ്മ, നമ്മൾ ഈ നാട്ടും പുറത്തൊക്കെ കല്യാണമൊക്കെ കഴിക്കും ചർമ്മിക്കൽ എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ ഒരുപാട് വർക്ക് ഉണ്ട്, അറിയോ? ചർമ്മിക്കൽ എന്നാ? വോക്കോ എന്നാ ചർമ്മിക്കൽ എന്നാ? ചർമ്മിക്കൽ എന്താ? ചർമ്മിക്കൽ എന്ന് പറയുമ്പേ ചർമ്മിക്കൽ നമ്മള് പെണ്ണ് കാണാൻ പോന്നെ. ഇന്റർവ്യൂ ആയിപ്പോയി. ചർമ്മിക്കൽ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ചർമ്മിക്കൽ എന്ന് പറഞ്ഞാൽ കല്യാണ വീട്ടിൽ നമ്മൾ ഇടവേലക്കാരൊക്കെ കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകൂലേ, അരിവെറുക്കുക, അരക്കുക, വീട് സെറ്റ് ആക്ച്വലി പണ്ടൊക്കെ അതിന് നമ്മുടെ നാട്ടില് ചർമ്മിക്കൽ എന്നാ പറയാ, അരക്കുന്നത്. അന്നേരം വരുന്ന കൗസേച്ചി, ശാന്തേച്ചി, സൗമിനിയേച്ചി ഒക്കെ ഉണ്ടാവില്ലേ, എടോ ഇനി കേട്ടിനാ ഇന്നീനു എന്നിട്ട് വീണ്ടപ്പാ ഓളെന്താ പറഞ്ഞേ, ബാക്കി പറ എന്നിച്ചെന്തേനു, ഇങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒളിച്ചോടി എന്നിട്ട് അങ്ങോട്ട് ഞാഗോട്ടന്റെ മോളില്ലേ, ഇതന്നെ എന്റെ നാട്ടിന്റെ എസൻസ് ഉണ്ട് എന്തായാലും. പിന്നെ കൗസേച്ചി പറഞ്ഞു ഇനിയെന്ന് പറഞ്ഞാ നിങ്ങൾ ശരിക്കൂല്ലേ ഭാര്യയും ഭർത്താവോ അതറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും ഇപ്പോഴും എന്തെങ്കിലും പ്രപ്പോസൽ അല്ലെ ഇങ്ങനെ കമന്റ് ഒക്കെ വരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ, ഇങ്ങനെ ക്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഒക്കെ വരും. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും 2 അക്കൗണ്ട് ഉണ്ട്. മീത്ത് മേരി എന്ന് പറയുന്നത് നമ്മുടെ കപ്പിൾ അക്കൗണ്ടും, പക്ഷെ അത് ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഋതുഷ മീത്ത് എന്ന് പറഞ്ഞിട്ട് മേഡത്തിന്റെ ഒരു അക്കൗണ്ട് ഉണ്ട്. പക്ഷേങ്കില് നമ്മള് മെറീന്റെ അക്കൗണ്ടിൽ കയറി ആരൊക്കെ കമന്റ് ഇട്ടു, ആരെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ, അതൊന്നും വായിക്കലും ഇല്ല, ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. മെരിയും എന്റെ ഫോണിന്റെ പാസ്വേഡ് ഒക്കെ ആക്കാറ്, അവളുടെ പാസ്വേഡ് എനിക്കറിയാം. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം ഇതുവരെ 6 വർഷമായി ഞാൻ ചെക്ക് ചെയ്തു. ഈ സംശയം എന്ന് പറയുന്ന കാര്യമാണ്. ഒരിക്കലും നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പുറത്തു വരാൻ ഭയങ്കര പാടാണ്. നമുക്ക് വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ നമ്മൾ എത്ര ക്ലിയർ ആക്കി വെക്കും, നമ്മുടെ റിലേഷൻഷിപ്പും ബോണ്ടിങ്ങും ഈ ഒരു വൈബും പോസിറ്റീവ് എനർജി ഒക്കെ ഇങ്ങനെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്തിട്ട് പോവുള്ളൂ. അല്ലാതെ അവൾ ആരോട് സംസാരിച്ച അവൾ എന്താ 11-12 മണിയല്ലേ, അവൾ എന്താ ഫോൺ എടുത്ത് നിലത്ത് വെക്കാതെ, ഫോൺ വിളിക്കുമ്പോൾ ഒരു പ്രാവശ്യം ബിസി, ഓക്കെ, 2ാമത്തെ പ്രാവശ്യം ബിസി, അവളെന്താ ആരോട് അവള് സംസാരിക്കുന്നത്, ഇങ്ങനത്തെ ഒക്കെ നമ്മൾ വേണ്ടാത്ത. കാരണം മിരീന്റെ ലൈഫിൽ ആസ് എ ഹസ്ബൻഡ് യെസ് ഞാനാണ്, അല്ലാതെ മിരീന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്. എപ്പം വിളിക്കുന്ന ആള് മൊത്തം അവിഹിതാവേണ്ട ആവശ്യമില്ല. അല്ല ഞാനിങ്ങനെ ചോദിച്ചത്, പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞാലൊന്നും കാര്യമില്ലെന്നല്ലേ പറഞ്ഞത്, ക്രഷ് അടിച്ചിട്ടൊക്കെ ആൾക്കാർ വരുവേ, അതാ ഞാൻ വിചാരിക്കില്ല ആരെങ്കിലും വരട്ടെ, പക്ഷെ എന്താ അറിയില്ല, പേഴ്സണൽ അക്കൗണ്ട് അങ്ങനെ വന്നില്ല. പക്ഷെ ഇപ്പൊ പാഞ്ചാലി വസ്ത്രയില് അങ്ങനത്തെ കൊറേ മെസ്സേജസ് വരാറുണ്ട്. അപ്പൊ അത് മിത്തോട്ടൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് ആക്ച്വലി കൂടുതൽ മെസ്സേജ് നോക്കുന്നത്. ആ സ്റ്റാഫിനൊക്കെ നൂഡ് ഈ ബിസിനസ് പേജാന്ന് കണ്ടാൽ അറിയാം, ഈ നൂഡ് പിക്ചേഴ്സ് ഇപ്പൊ 1 ടൈം അയക്കുന്ന പിക്ചേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ പ്രൈവറ്റ് പാർട്ടിന്റെ ഒക്കെ പിക്ചേഴ്സ് അയക്കുന്ന ഞരമ്പന്മാരുണ്ട്. സ്റ്റാഫ് എടുത്തിട്ട് മിത്തോട്ടാ ഇത് നോക്കിയാ ഇങ്ങനത്തെ. അപ്പൊ ഇതിനിടക്ക് കുറച്ച് 2 ആഴ്ച 3 ആഴ്ചയായിട്ട് ആയല്ലേ മേരി ഒരു ചെക്കൻ അയച്ചു,
ഇങ്ങനത്തെ വൃത്തിയായിട്ട കുറേ മെസ്സേജ് എപ്പോഴും ഞാനെപ്പോഴും സംസാരമൊക്കെ മാറ്റിയിട്ട് എന്താ ചേട്ടാ പറയടാ കള്ളാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഇങ്ങനെ സംസാരിച്ചു. അവസാനം 4 തെറിയും വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോയി. അത് പിന്നെ ശരിക്കും ഇത് തന്നെയാണോ? അങ്ങനെയല്ല, പിന്നെ ശരിക്കും മലയാളികളുടെ അങ്ങനത്തെ ഫോട്ടോ തന്നെയാണോ അയക്കുന്നത്? അല്ലാതെ എങ്ങനത്തെ മലയാളികൾക്ക് വേറെ തന്നെ ഉണ്ടോ? ലോകത്തിലെ എല്ലാവർക്കും ഒരേപോലത്തെ കളർ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അല്ല പറ്റിക്കാനേ മലയാളികളുടെ അങ്ങനത്തെയാണോ പറ്റിക്കാനേ ഈ ഗൂഗിളിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിടില്ലേ? ഗൂഗിളിൽ നിന്നൊക്കെ ന്യൂഡ് ഫോട്ടോ ഒക്കെ എടുത്തിടില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ചോദിക്കാല്ലേ, നീ ഡയറക്റ്റ് ആയിട്ട് ചോദിക്ക്. നീ വളഞ്ഞു പിടിക്കുമ്പോഴാ പ്രശ്നം. അത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചെന്ന് ഇപ്പൊ ഈ ആൺപിള്ളേർക്ക് പറ്റിക്കാൻ വേണ്ടി ഇപ്പൊ അതെങ്ങനെ ഇപ്പൊ എനിക്ക് മനസ്സിലാവാ? അവന്റെ സ്വന്താണോ? അവൻ ഗൂഗിൾ ഇത് കട്ട് ചെയ്യരുത്, ഇത് ഇടണം. ഇവിടെ മണ്ടത്തരത്തൊക്കെ അവന്റെ ശരിക്കുള്ളതാണ് അയച്ചത്. ഗൂഗിൾ ആക്ച്വലി മിൻഷക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെ? കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാൻ കുറച്ച് പാടും. അത് ഞാനില്ല, അത് വളഞ്ഞു കിട്ടിയാൽ ഞാനത് ക്ലിയർ ആക്കി വരുവായിരുന്നു. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അയക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ലല്ലോ, അവൻ എങ്ങനെയാന്നുള്ളത്. അത് ശരിയാ. എടാ നീ സീരിയസ് ആവണ്ട. എനിക്ക് മനസ്സിലായി, അതെനിക്ക് എന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാന്നറിയാ, അവന്റെ ഒറിജിനൽ ആണോ എനിക്ക് എങ്ങനെ മനസ്സിലാകും? അത് ശരിയാ, 100% ശരിയാ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച അതാ. അത് വിടാതെ നമുക്ക് അത് വിടാം. ഈ സൈറ്റിൽ ഇനി ഞാൻ ചോദിക്കാം, ആമ്പിള്ളേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയക്കാറുണ്ട് മോശം മെസ്സേജും ഇതൊക്കെ, പ്രശ്നം ഡ്യൂപ്ലിക്കേറ്റ് അയക്കുന്നതല്ലേ വൺ ടൈം ഇതൊക്കെ. പക്ഷെ അതൊക്കെ നമുക്കെന്ന് വെച്ചാൽ ഒരിക്കലും ഇതാ നമ്മളൊക്കെ നോക്കി നെറ്റ് അതുപോലത്തെ ഒക്കെ അങ്ങനെയൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അല്ല ഇനി ഞാൻ അങ്ങനെ ഫോട്ടോ വരുമ്പോ ഞാൻ ചോദിക്കാം, ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണോ നിന്റെ ഒറിജിനൽ ആണോ എന്നിട്ട് ആൻസർ കൊടുക്കാം. എങ്ങനെയുണ്ട്? അത് വിടാന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറെ ഞരമ്പന്മാരുണ്ടല്ലോ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇത് ഫണ്ണി ആയിട്ടാണെങ്കിലും പക്ഷേ കാണുന്ന ഈ സ്റ്റാഫിന്റെ ഒക്കെ ഒരു അവസ്ഥയെ, എന്റെ സ്റ്റാഫ് എന്ന് പറയുന്നതല്ലേ ആക്ച്വലി, ഒന്ന് എന്റെ സിസ്റ്റർ, ഒന്ന് ഇവളുടെ സിസ്റ്റർ, ഒന്ന് എന്റെ ഏടത്തിയമ്മ, ഒന്ന് എന്റെ ഇളയമ്മ, ഇത്രയാണ് സ്റ്റാഫ്. ജോലി കൊടുക്കണം അല്ല, ഇവരൊക്കെ വീട്ടമ്മമാരാണ്. അപ്പം ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ ഫാമിലി അല്ല അധികം ആളും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഫാമിലിനെ ഏറ്റവും ആദ്യം അങ്ങോട്ട് അകറ്റി നിർത്താന്നല്ല അല്ലേ? അധികം അങ്ങനെയല്ലേ ചെയ്യാം. ബിസിനസ്സിൽ ഫാമിലിനെ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. പക്ഷെ ഞാൻ ചെയ്ത അങ്ങനെ നേരെ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, നമുക്ക് എപ്പോഴും പൈസ കൊടുത്ത് നമ്മളെ അനിയത്തിനെയോ ഏട്ടനെയോ അമ്മമാരും നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന കഴിവിനനുസരിച്ച് നമ്മളെല്ലാവരും ചെയ്യും. പക്ഷെ അവർക്കൊരു സ്ഥിര വരുമാനം വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ നമ്മൾ ബിസിനസ്സൊക്കെ ഉണ്ടാകുമ്പം ചെയ്യണം. പക്ഷെ അധികം ആൾക്കാരും ചെയ്യില്ല. ഒന്നാമത് ഈ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവരോട് നമുക്ക് പറയുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടാകും, നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ഫാമിലി തമ്മിലുള്ള ക്ലാഷസ് ഇങ്ങനെയൊക്കെ വരും. പക്ഷെ ഞാൻ ഇപ്പം നമ്മുടെ പാഞ്ചാലി ആയാലും നമ്മുടെ വീഡിയോ ടീം ആയാലും ഞാൻ ആദ്യം നോക്കുന്നത് എൻ്റെ ഫാമിലിയിലുള്ള ആളെ തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യമേ പറയും, ഇങ്ങനെ തന്നെ ബിസിനസ് വരുമ്പോൾ ബിസിനസ് ആണെന്നും കാര്യം പറയണത് ഞാൻ പറയും. പക്ഷെ അതിന് പറയുന്ന രീതികൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും. അപ്പൊ എൻ്റെ അനിയത്തിനെയും എൻ്റെ ഇടത്തിനെയും ഇളയമേനെയും ഇവളുടെ അനിയത്തിനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട്, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഞാനത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. കാരണം അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. എനിക്ക് അവരെക്കാളും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ചിലപ്പോൾ പുറത്തുനിന്ന് കിട്ടിയെന്ന് വരില്ല. ആ ട്രസ്റ്റ് അവർ കീപ്പ് ചെയ്യുന്നു, ഞാനും കീപ്പ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. ഇനി അവരോട് ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ വരുമ്പം ഒറിജിനൽ ആണോ ഡൗൺലോഡഡ് ആണോ എന്ന് ചോദിക്കാൻ പറയാം. പക്ഷെങ്കിൽ പെൺകുട്ടിയൊക്കെ ഇല്ല, ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ആയതുകൊണ്ട് നമുക്കിതൊക്കെ
നിസ്സാരാണ്. മോർഫിങ് എന്താണെന്ന് നമുക്കറിയാം. ഒറിജിനൽ എങ്ങനെ കാണും. ഇപ്പം നിങ്ങൾ ചോദിച്ച പോലത്തെ ജോക്ക് ആണെങ്കിലും കൂടി അങ്ങനത്തെ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളതൊക്കെ അറിയാം. അപ്പം പക്ഷെ ചില പെൺകുട്ടിയൊക്കെ അങ്ങനെയല്ല. ഇത് കണ്ട ഷോക്കാന്ന് കുട്ടികളും പേടിച്ചു പോകും ചില ആൾക്കാർ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്ന് ഇനിയിപ്പം ചിലപ്പം അത് വന്നത് ആ കുട്ടി നോക്കുന്ന അതേ സമയമായിരിക്കും ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ബ്രദറോ വന്ന് കാണും ഇവളെന്തിങ്ങനെ പല തെറ്റിദ്ധ അത് ചില ആൾക്കാർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ എല്ലാവരും ബോൾഡായി നിൽക്കാന്നല്ല. ഒരാള് പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് ജഡ്ജ് ചെയ്യുന്നതിനേക്കാളും തന്നെ അതിന്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് അന്വേഷിച്ച് അതാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതിലേക്കാണ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇത് മാത്രമല്ല കേട്ടോ, ഈ ഫേക്ക് കാര്യങ്ങളൊന്നും ഇപ്പം നമുക്കുണ്ടല്ലോ. ഇപ്പം സ്റ്റാഫ് ഹാൻഡിൽ ചെയ്യുമ്പം നമ്മുടെ ആര്യയില്ലേ, ആര്യ ബഡായി, അവർക്കൊരു ബിസിനസ് ഉണ്ടല്ലോ കാഞ്ചീപുരം പറഞ്ഞിട്ട്. അവരൊരിക്കൽ ഈ വീഡിയോ ചെയ്തായിരുന്നു. ഈ ചില ആൾക്കാർ ഇതേപോലെ ഫോട്ടോസ് അയക്കും. ചില ആൾക്കാരില്ലേ പേയ്മെൻറ്റ് നമ്മുടെ സാരീൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കും. ഇപ്പോൾ 1700 രൂപയുടെ ഒരു സാരി, അവർ എനിക്ക് ഈ സാരി വേണം, നമ്മൾ ഡീറ്റെയിൽ ഒക്കെ അയച്ചു കൊടുക്കും, പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അവരെന്ത് ചെയ്യുന്നറിയോ, ഈ ഗൂഗിൾ പേയിൽ പോയിട്ട് 7,700 എന്നുള്ളത് 17,000 എന്നുള്ളത് പൈസ അയക്കും. അപ്പം പറയും അയ്യോ ഞാൻ എക്സ്ട്രാ അയച്ചു പോയി, ഒരു 0 കൂടി പോയി, പെട്ടെന്ന് നമുക്ക് പൈസ തിരിച്ചയക്കണം. അപ്പം നമ്മൾ അയ്യോ 17,000 അയച്ചില്ല, ഗൂഗിൾ പേയില് പെയ്ഡ് എഡിറ്റ് ചെയ്തിട്ട് അയക്കും അവര്. ഇത് എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ ബിസിനസ് ഓണേഴ്സിന് പറ്റുന്നൊരു അബദ്ധം. നമുക്കിത് അറിയുന്നതുകൊണ്ട് നമ്മളെ പറ്റിക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ പ്രത്യേകിച്ച് എന്നെ പറ്റിക്കാൻ പറ്റില്ല, ടച്ച് വുഡ്. അപ്പം ഇത് നമുക്ക് ഇഷ്ടം പോലെ വരാറുണ്ട്. അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഫേക്ക് ആയിട്ട് അങ്ങനെ വരും. എന്തെങ്കിലും ചെറിയ പൈസ അയച്ചു തരാൻ പറയുമ്പോൾ നമ്മൾ ഇത്ര പൈസ അയച്ചിട്ടുണ്ട്, ഇത് കൂടുതലായി പോയി തിരിച്ചയക്കും. അവരുടെ ആ ആറ്റിറ്റ്യൂഡിൽ മനസ്സിലാവും. പെട്ടെന്ന് ഒരു ഹറി പറയുന്നുണ്ടാവും, പെട്ടെന്ന് അയക്കൂ, എനിക്ക് ഹോസ്പിറ്റലിലാണ്, അതാണ് ഇതാണെന്നൊക്കെ. ഞാൻ അങ്ങനത്തേനൊക്കെ നല്ലോണം കൊടുത്തു വിടാറുണ്ട്. പക്ഷെ അവർക്കൊരു പേടിയില്ല കേട്ടോ. ഈ റീസെന്റ് അവർക്കത് സ്കാമിങ് ആണ്. അപ്പം ഇതൊക്കെ ഈ വീഡിയോ കാണുന്ന എന്തെങ്കിലും ഹൗസ് വൈഫും ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ ഉള്ള ആളാണ് ശ്രദ്ധിക്കുക. ഈ ഫസ്റ്റ് ആ മെസ്സേജ് എന്റെ അനിയത്തി കണ്ടത്. അപ്പൊ അവക്കത് മനസ്സിലായിട്ടില്ല, അത് എഡിറ്റഡ് ആണെന്ന്. അപ്പൊ അവൾ ആദ്യം നമ്മളടുത്ത് അയ്യോ ഇത്ര പൈസ അവർ അയച്ചു പോയി, ബാക്കി അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് വന്നു. അപ്പോഴാണ് ഇത് എഡിറ്റഡ് ആണെന്ന് മനസ്സിലായത്. അപ്പം അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചില സിംഗിൾ വൈഫൊക്കെ ചെറിയ പാവം ആൾക്കാരുണ്ടല്ലോ, കുറച്ച് പൈസ ഒക്കെ ഇട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും കര പിടിക്കാൻ നോക്കുന്ന അവരൊക്കെയാണ് ചതിക്കപ്പെടുക. പേടിച്ചിട്ട് അയ്യോ അയ്യോ എന്ന് വെച്ചിട്ട് അവര് റഫായിട്ട് സംസാരിക്കുകയും ചെയ്യും, ഭയങ്കര റഫായിട്ട് സംസാരിക്കും, ഭീഷണിപ്പെടുത്തും, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ബിസിനസ് ചെയ്യുമ്പം ഇങ്ങനത്തെ കുറെ ചാലഞ്ചസ് ഒക്കെ ഉണ്ട്. നമ്മള് ബിസിനസ് ആണ്, നമ്മൾ ഫേമസ് ആണ്, ആൾക്കാർക്ക് നമ്മളെ വീഡിയോ എത്തുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പല കാര്യങ്ങളും നമ്മള് ചെക്ക് ചെയ്യാനുണ്ട്. പിന്നെ മിത്രനെ കുറിച്ച് ഇന്ന് ഇങ്ങനെ ഒരു വലിയ പൊസിഷനിൽ നിങ്ങൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു മുഖമായിരിക്കുക എന്നത് വലിയ കാര്യം. അപ്പൊ ഒരുപാട് എന്താ പറയാ കഷ്ടത അനുഭവിച്ചിട്ട് തന്നെയാണ്, ഒരുപാട് വീണിട്ട് തന്നെയാണ് ഈ ഒരു നിലയിലേക്ക് എത്തിയത്. അപ്പോ ഇപ്പൊ എന്താണ് തോന്നുന്നത്, പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓർത്തെടുക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ തന്നെ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ ബാക്കോട്ടെന്ന്? അയ്യോ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ വന്ന വഴി മറക്കാത്ത ഒരാളാണ്. പറയാൻ വളരെ ഈസിയാണ്, വന്ന വഴി മറക്കില്ല എന്നല്ല. പക്ഷെ ആൾക്കാർ വിചാരിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ ഒരു ഡ്രസ്സിങ് ആയാലും നമ്മളുടെ വീഡിയോസ് കണ്ടാൽ ആൾക്കാർ വിചാരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഒക്കെ ഇപ്പോൾ വീട് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒക്കെ താഴത്ത് കമൻറ്റ് ഇതൊക്കെ വലിയ കൊട്ടാരം പോലത്തെ വീട് എടുക്കുന്നത്, പാവപ്പെട്ടവരെ സഹായിച്ചൂടെ, പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ, ഇങ്ങനെയൊക്കെ ഭയങ്കര കമൻറ്റ്സ് വരാറുണ്ട്. യൂട്യൂബിൽ നിന്ന് വെറുതെ കിട്ടിയ പൈസയല്ലേ എന്നൊക്കെ. ആക്ച്വലി യൂട്യൂബ് മുതലാളി ആർക്കും വെറുതെ പൈസ കൊടുക്കില്ല, അത് വേറെ കാര്യം. അപ്പം ഞാൻ വന്ന വഴിയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അച്ഛൻ സർക്കസ്, അമ്മയും അച്ഛനും സർക്കസ്. എൻ്റെ അമ്മ 7 വയസ്സിൽ സർക്കസ് പോയ ആളാണ്. അച്ഛനും സെയിം ആ ഒരു ഏജിൽ സർക്കസ് പോയിട്ട് കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ്. ഞാൻ വന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം അങ്ങനെ പറയാറില്ല. ഈ സ്വർണ്ണക്കരണ്ടിയിൽ വന്ന അങ്ങനെ വായിൽ വെച്ച് വന്ന ആളെന്ന് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ വാടക വീട്ടിൽ നിന്നിട്ടുണ്ട്. കുറേ ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാണ്ട് ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സർക്കസുകാരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ, സർക്കസിൻ്റെ ഫാമിലിക്ക് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും എത്ര ഡിഫിക്കൽട്ടാണ്. എൻ്റെ അച്ഛൻ ഇപ്പോഴും സർക്കസിലാണ് ജോലി ചെയ്യുന്നത്. ഗ്ലോബില് മറ്റേ മരണ കിണർ എന്ന് പറഞ്ഞാൽ കിണർ പോലത്തത്. ഗ്ലോബ് എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി
ആ വലുതല്ല, ചെറുതാണ്. പക്ഷേ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഇതാണത്, സ്പോട്ടാണ്. ഒരു ഗ്ലോബ് പോലത്തെ ഉള്ളിൽ 3 4 കൂടിയിട്ട് ഒരു ബൈക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തിരിയാന്ന് പറയുന്നത് എനിക്ക് അച്ഛൻ്റെ സ്റ്റണ്ട് കാണാൻ ഇഷ്ടമല്ല, പേടിയാണ്. രസമാണ്, പക്ഷെ ഭയങ്കര ഡേഞ്ചർ. എൻ്റെ അച്ഛൻ്റെ ഒരു എല്ല് പോലും പൊട്ടാത്തയില്ല. 2 മുട്ട് പൊട്ടി, ഇത് മുട്ടിയത്, തലേൻ്റെ ബാക്കിൽ പൊട്ടിയിട്ടുണ്ട്, എല്ലാം അങ്ങനെയാ. പക്ഷെ ആൾക്ക് ഇപ്പോഴത് വിട്ട്, ചില ആൾക്കൊരു ലഹരി ആയിരിക്കുമല്ലോ. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഒരു ഇതുപോലെ പാഷൻ പോലെ, പപ്പേന്റെ പാഷൻ എന്ന് പറയുന്നത് അവരുടെ കളിയും ഇതൊക്കെയാണ്. അച്ഛൻ ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും ഇപ്പൊ കോഴിക്കോട് ഉണ്ടായിരുന്നു അച്ഛൻ്റെ സർക്കസ്, ഇപ്പം വെടിയള്ളി, ഇപ്പം ചെന്നൈയിലേക്ക് മാറി. അപ്പം ഇപ്പോഴും ചെയ്തോളൂ. ഞാനൊക്കെ കുറേ പ്രാവശ്യം പറഞ്ഞു വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കുക, പക്ഷെ പറ്റില്ല. ആൾക്ക് ആളുടേതായ ഒരു ലോകമുണ്ട്. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വന്നിരുന്നു. നമുക്ക് ആ സമയത്ത് ആരും നമ്മളെ പാവപ്പെട്ടവരെല്ലാം ഇവരെ സഹായിക്കാന്ന് വെച്ചിട്ട് ആരും പുറമേ നിന്ന്, കുടുംബക്കാരെ ഞാൻ പറയാൻ പറ്റില്ല, കാരണം എൻ്റെ കുടുംബക്കാരൊക്കെ കൂലിപ്പണി എടുക്കുന്ന ആള്, കല്ല് ചെത്തുന്ന ആൾക്കാർ, ബീഡിപ്പണി എടുത്ത ആൾക്കാർ, മാമന്മാരൊക്കെ അങ്ങനെ. ഇപ്പം പപ്പേൻ്റെ വീട്ടിലായി കഴിഞ്ഞാലും എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് വന്ന ആളാണ്. അപ്പം വന്ന് ആ വഴിയൊക്കെ ആലോചിക്കുമ്പം നമുക്ക് എന്നെ മുന്നോട്ട് പോകണം, ഹാർഡ് വർക്ക് ചെയ്യണം, കുറേ കൂടെയുള്ള ആളെ സഹായിക്കണം, അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, അങ്ങനത്തെ ഒക്കെയാണ്. അപ്പൊ ഈ ഇന്ന് എന്താ പറയാ, ഒരാൾക്ക് അന്ന് ഭക്ഷണത്തിലൊക്കെ ഒരുപാട് ദുരിതം അനുഭവിക്കും. ഇന്ന് നമ്മൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും, എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ തോന്നും. ഞാൻ ഈയിടക്ക് നമ്മളുടെ കൂടെ തന്നെ ഉള്ള ഒരു ക്രിയേറ്ററിൻ്റെ ചെറിയ കൊച്ചു പിള്ളേരാണ്, പക്ഷെ അവർ വലിയ ഫേമസ് യൂട്യൂബേഴ്സാണ്. ചട്ടമ്പീസ് ഭയങ്കര ഫേമസ് അവരും. അവരുടെ വീഡിയോ കണ്ടു. അവരുടെ ഇതേപോലെ ഒരു ഇൻ്റർവ്യൂവിൽ ആ മോള് പറയുന്നുണ്ടായിരുന്നു, വാടക കൊടുക്കാനുള്ളത് അമ്മയുടെ ഡ്രസ്സ് പിടിച്ച് വലിച്ചു. ആ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സെയിം സിറ്റുവേഷൻ, ഈവൺ അതിലും വേഴ്സ്റ്റ് ആയിരുന്നു നമ്മുടെ സിറ്റുവേഷൻ. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എന്നോട് കരഞ്ഞു പോയി. അപ്പം ഞാനതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ വഴിയിൽ കൂടെ വന്ന ആൾക്ക് മാത്രം ആ പെയിൻ എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലായി. എൻ്റെ അമ്മയും നമ്മൾ വാടക വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള മോശം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കരമായിട്ട് തെറി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല ഇൻ്റർവ്യൂസും ഞാൻ പറഞ്ഞു, നമുക്ക് ഭക്ഷണം ഇല്ലാത്ത ദിവസം അപ്പുറത്ത് വീട്ടിലെ ആൾക്കാർ വിളിച്ച് ഭക്ഷണം തരാറുണ്ട്. പിന്നെ അച്ഛൻ്റെ അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു ദിവസം വരാൻ ലേറ്റായി, ആൾക്കൊന്നും അന്നേരം ഈ ഫോണും കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പം വരുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം അവശരായി കിടക്കുന്ന സമയമാണ്. അച്ഛമ്മയൊക്കെ വന്നിട്ടാണ് നമ്മളൊക്കെ കുറേയൊക്കെ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ കുറേ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രചോദനമാണ്. ഇപ്പം ആലോചിക്കുമ്പം, തിരിഞ്ഞ് നോക്കുമ്പം അതൊക്കെ കൊണ്ടാണ് എങ്ങനെയെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കണമെന്ന് എനിക്കില്ല. അമ്മേനെ ഭയങ്കരമായിട്ട് അമ്മേൻ്റെ ആഗ്രഹങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അമ്മേനെ എപ്പോഴും കൂടെ നിർത്തണമെന്നുണ്ട്. അച്ഛനെയും അങ്ങനെ തന്നെ. പക്ഷെ അച്ഛൻ നമ്മളെ കൂടെ നിൽക്കുന്നില്ല, ആളെ ലോകമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്തായാലും ഒരു സമയത്തും എന്തായാലും നമ്മുടെ അടുത്ത് വന്നേ പറ്റുള്ളൂ. അന്നേരം 2 കൈ നീട്ടി നമ്മളൊപ്പം തന്നെ ഉണ്ടാവും. അപ്പം ഇവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ആൾക്കാർ പറയുന്നത് യൂട്യൂബിൽ നിന്ന് വെറുതെ കിട്ടുന്നത്, ഇവർ നെഗറ്റീവ് കമൻറ്റും വായിച്ച് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും സോഷ്യൽ മീഡിയയിൽ ഓരോ പുതിയ ടാലൻറ്റുകൾ ആൾക്കാരുകൾ വരികയാണ്. ഞാൻ മീത്ത് മേരി ഭയങ്കര ഫേമസ് ആണ്, മീത്ത് മേരിക്ക് ആൾക്കാരെല്ലാം അറിയാമെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലിരുന്നാൽ ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ. ഞാൻ ഒരു ദിവസം വീഡിയോ ഇട്ടില്ല, എൻ്റെ റീച്ച് അങ്ങ് പോയി. അപ്പം വെറുതെ വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല. ആൾക്കാർക്ക് എൻ്റർടൈനിങ് ആയിരിക്കണം, റിലേറ്റബിൾ ആയിരിക്കണം, ഹാപ്പിനെസ് ഉണ്ടാക്കണം, ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ പുതിയ കണ്ടന്റ് കണ്ടുപിടിച്ച് അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിൽ നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. അല്ലാണ്ട് വെറുതെ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നും പൈസ കിട്ടുന്നില്ല. ഇല്ല. പിന്നെ ഈ അച്ഛന്റെ കാര്യം പറയുമ്പോൾ അച്ഛൻ കുറച്ച് നാളൊന്ന് വിട്ടു നിന്നായിരുന്നു. പിന്നെ അതെന്താ പറയാ, അതൊരു വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ നിങ്ങൾ പട്ടിണി കൊണ്ടെടുത്ത് വിറ്റു എന്നൊക്കെ. അതെന്താ വെച്ചാൽ അച്ഛൻ ഞാൻ പറഞ്ഞില്ല, ഈ പാഷൻ കൊണ്ട് നടക്കുന്ന പപ്പയ്ക്ക് ഈ ബൈക്ക് മോൾഡ് ചെയ്യാന്നുള്ളത് ഭയങ്കര ആ സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ച സ്പെയർ പാർട്സുകളുണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് ഈ ഗ്ലോബിൽ ഓടിക്കുന്ന ബൈക്കൊക്കെ. അപ്പം അച്ഛൻ മോൾഡ് ചെയ്ത് ബൈക്ക് ഓൾറെഡി പപ്പേൻ്റെ പപ്പ ഉപയോഗിച്ച ബൈക്ക്, പപ്പേൻ്റെ പപ്പയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഗ്ലോബ് എന്ന് പറയുന്ന സ്ഥാനത്തിൽ ബൈക്ക് ഓടിക്കുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പഞ്ചാബി സാധു സിംഗ് എന്നാണ് പേര്. ആളാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രാഷ്ട്രപതിൻ്റെ അടുത്തൊക്കെ മെഡലും അവാർഡ്സൊക്കെ കിട്ടിയ ആളാണ് ഈ ഒരു കാറ്റഗറിയിൽ. അപ്പോൾ ആ സമയത്തുള്ള
ഭയങ്കര പഴയതായിട്ടുള്ള ഈ വെഹിക്കിൾസ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. പപ്പ ജോലിക്ക് പോയതാ. ഈ ഫോണും കാര്യങ്ങളൊന്നും മറ്റേ പണ്ടൊക്കെ ഈ ട്രങ്ക് ബുക്ക് ചെയ്യലോ മറ്റേ റിങ് ചെയ്യുന്ന ഫോണില്ലേ അതിലാ കോള് വരിക. അപ്പം വിളിച്ച് പറയാം 7:30 കോള് വരും, അവിടെ പോയി നിൽക്കണം. ഈ പപ്പ ഈ സർക്കസ് ചിലപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ സർക്കസ് നടക്കില്ല, 1.5 മാസം ചിലപ്പോൾ ശമ്പളം ഉണ്ടാവില്ല, ഭക്ഷണം മാത്രം കിട്ടിയാൽ കിട്ടി. അപ്പം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു ഇത് അങ്ങനെ ഒരു 5-6 മാസം, 5-6 അതിൽ കൂടുതൽ ഗ്യാപ്പ് വന്നു ജോലി ഇല്ലാത്തതാണ്. ആ സമയത്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ ഒന്നും ഉണ്ടായില്ല. അപ്പം ഈ അച്ഛൻ അന്നേരമുള്ള 19,000 ലക്ഷക്കണക്കിന് ഉറുപ്പിയുള്ള സാധനങ്ങളാണ്. അത് പഴയതാണല്ലോ, പൈസ കൂടുതലാണ്. നമുക്കിതൊന്നും അറിയില്ല, അമ്മക്കൊട്ടും അറിയില്ല. നമ്മളൊക്കെ ചെറിയ മക്കളല്ലേ അന്നേരം. അമ്മക്ക് അവസാനത്തെ ഒരു സ്രോതസ് അതാണ് ഉണ്ടായത്. അമ്മ അറിയാതെ അതെടുത്ത് വിറ്റു, അതിനെക്കൊണ്ട് നമ്മൾ അരി വാങ്ങി കുറച്ചു കാലം അതിനെ കൊണ്ട് ജീവിച്ചു, കുറച്ച് വാടക കൊടുത്തു, അങ്ങനെയൊക്കെ. അവർക്കറിയാം കുറച്ച് വാങ്ങി 2-3 ആൾക്കാരായിട്ടാണ് വാങ്ങി സ്പെയർ പാർട്സ് കാര്യം. ഒരു ബൈക്ക് ഉണ്ടായിരുന്നു അന്നേരം, ഒരു 1.5 ലക്ഷം അങ്ങനെയൊക്കെ പറഞ്ഞ ആള് അത് അമ്മ വിറ്റത് വളരെ ചെറിയ പൈസക്കാ. ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, ദേഷ്യം ഉണ്ടായിരുന്നു, നല്ല കച്ചറിയായി. പക്ഷേങ്കില് അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല. നമ്മളെ ചിലപ്പം അമ്മ ഒരു പാത്രത്തില് എല്ലാവർക്കും കൂടി ഒക്കെ തന്ന് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാൽ അഭിമാനം തോന്നുന്നത് ആ ഇതിന്റെ ഇവിടെ എത്തിയത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉള്ളതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. നമുക്ക് എന്തൊക്കെ വേണം അങ്ങനെ. അപ്പം അമ്മേന്റെയും പപ്പേന്റെയും ഒക്കെ ഈ ഒരു കഷ്ടപ്പാട് കണ്ടപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് എത്തിച്ചേരണമെന്ന്. പക്ഷെ അവർക്ക് എത്ര പഠിപ്പിക്കാൻ പറ്റുമോ അത്ര എന്നെ പഠിപ്പിച്ചു. അതിൽ ഞാൻ ജോലി എടുത്തു, പിടിച്ചു കയറി, അങ്ങനെ. പക്ഷെ ഞാൻ പോയ എല്ലാ മേഖലകളിലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കംപ്ലീറ്റ് എൻ്റെ ഡ്രീം ഫുൾഫിൽ ചെയ്തിട്ട് ഞാൻ എല്ലാ ഏരിയാസിൽ നിന്ന് മൂവ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം പണ്ടേ ചെറുപ്പത്തിൽ എനിക്ക് ഡാൻസ് പഠിക്കണം, ആക്ടർ ആവണം, അങ്ങനെയൊക്കെ ഡ്രീം ഉണ്ടായിരുന്നു. ഇതൊരു ഡെസ്റ്റിനി പോലെ ടിക്ടോക്ക് വന്നു, മെറീനെ കല്യാണം കഴിച്ചു, 2 പേരും. അതൊക്കെ ദൈവത്തിന്റെ ഒരു നിശ്ചയമായിരിക്കും. കുറെ കഷ്ടപ്പെട്ടത് കൊണ്ട് നല്ലൊരു കുട്ടീനെ അങ്ങ് തന്നു, പിടിച്ചോന്ന് പറഞ്ഞിട്ട്. ഒരു മഹാലക്ഷ്മീനെ, എന്റെ വീട്ടിലൊരു മഹാലക്ഷ്മീനെ ദൈവം തന്നതാ. സത്യം അങ്ങനെ തന്നെയല്ലേ അല്ലേ? ഇങ്ങനെ ആൾക്കാർ ഇപ്പൊ നെഗറ്റീവായിട്ട് അധികം പറയുന്നത് വെച്ചാൽ ഓവർ ആക്ടിങ് ആണ്, ഭയങ്കര ചളിയടിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങള് ഇനി ഇത് മാറ്റി പിടിക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? അങ്ങനെയൊക്കെ ആൾക്കാര് ഇപ്പൊ ഒരു നാണയത്തിന് 2 വശങ്ങളുള്ള പോലെ ആൾക്കാർ മോശം പറയുമല്ലോ. പക്ഷെ നമ്മള് നെഗറ്റീവ് കമന്റ്സ് നോക്കുന്ന നമുക്ക് 90% പോസിറ്റീവ് കമന്റ്സ് ആണ് വരുന്നത്, 10% ആണ് നെഗറ്റീവ്. അപ്പൊ ഈ 90% നല്ല പറയുന്ന ആളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് പറ്റാറില്ല. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഈ അധികം ആൾക്കും പെട്ടെന്ന് മിസ്റ്റേക്ക് നെഗറ്റീവ് എല്ലാവർക്കും ഒരു വെരി മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളെ വരുള്ളൂ. പക്ഷെ അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ പോസിറ്റീവ് എനർജിയും കൂടി അതിലങ്ങ് ഡ്രെയിൻ ഔട്ട് ആയിപ്പോകും. അപ്പം നമ്മളെ പോസിറ്റീവ് പറയുന്ന ആൾക്കാർക്ക് റെസ്പോണ്ട് കൊടുക്കാൻ പറ്റും, കൊടുക്കാം. നെഗറ്റീവ് പറയുന്ന നമ്മളെപ്പോൾ ലൈഫിൽ നിന്ന് നെഗറ്റീവ് ഇഗ്നോർ ചെയ്യുക, എടുത്ത് കളയുക, നമ്മൾ പോസിറ്റീവായി നിൽക്കേണ്ട കാര്യങ്ങളിൽ. അപ്പം അതങ്ങ് കളഞ്ഞ്. പക്ഷെ എത്ര നമ്മൾ സ്ട്രോങ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ ചില കാര്യങ്ങൾ, ഇപ്പം മില്യോൻ്റെ കാര്യത്തിലൊക്കെ ചില ആൾക്കാർ പറഞ്ഞു ഈ കുട്ടി എന്നെ മരിച്ചിട്ടില്ലേ, ഇതെന്താ ചാവാത്തെന്നൊക്കെ. അങ്ങനെ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അതൊരു എഫക്റ്റ് ചെയ്യും. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കമന്റ്സ് വായിക്കാറേ ഇല്ല. ഈ കമന്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെ മിത്രമായിട്ടാണ്. അപ്പം ചിലത് ഇങ്ങനെ മൈൻഡിലോട്ടൊക്കെ പോകുമ്പോൾ സ്ട്രൈക്ക് ഭയങ്കര മോശമല്ലാണെങ്കിൽ അങ്ങനെ. ഇപ്പൊ നമ്മളിപ്പം ഒരാൾ മരിച്ചു പോട്ടെ എന്നൊക്കെ അത്രയും ദൂഷിപ്പിള്ളാക്കി അത് പറയാൻ പറ്റുള്ളൂ. ആ ലൈഫിൽ അത്ര കോഞ്ഞാട്ടിയായിട്ടുള്ള ആൾക്കാർക്ക് അത് പറയാൻ പറ്റും, ഒരു കുഞ്ഞിനെ കുറിച്ചൊക്കെ. അപ്പൊ ആ സാധനം നമ്മുടെ ലൈഫില് വലിയ ഇപ്പൊ വീടിന്റെ ഒപ്പം വീഡിയോ ഒക്കെ ചെയ്തു, 2-3 വീഡിയോ ഒക്കെ. ഒരു പാട്ട് ചെയ്തായിരുന്നല്ലോ ഭയങ്കര വൈറലായത്. അതെ, ഒരു തമിഴ് സോങ് ആയിരുന്നു. കാറ്റുമേലെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റുകീഴിലെ. അത് ഞാനും മില്യൺ ചെയ്തപ്പോ എനിക്കൊന്ന് 10 മില്യൺ ആൾക്കാർ കണ്ട വീഡിയോ അല്ലേ മറ്റേ ജ്യൂസ് ഒക്കെ കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എത്ര മില്യനാ നിങ്ങൾ അടിച്ചത്? 200 ഓൾമോസ്റ്റ് 300 മില്യൺ വ്യൂസ് ഉള്ള വീഡിയോ ഉണ്ട്. അത് അങ്ങനെ കുറക്കല്ല, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ 300 മില്യൺ.
അതെന്ന് വെച്ചാ കുട്ടികളുടെ നല്ലൊരു വീഡിയോ ആയിരുന്നു. അതുപോലെ ഒരുപാട് വീഡിയോ അതൊക്കെ അടിച്ച ആൾക്കാരാണ്. അപ്പൊ ഞാൻ 3 മില്യൺ അടിച്ചാൽ ഇപ്പൊ ഞാൻ ഒത്തിരി ഡൗൺ പോലെ തോന്നുന്നുണ്ട്. ഡൗൺ അല്ല, അതെന്താന്ന് വെച്ചാൽ നമ്മള് മലയാളികളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോ ഇടുന്നത് നമുക്ക് എല്ലാവരും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ലക്ഷങ്ങൾ കിട്ടും. ബേസിക്കലി അങ്ങനെയല്ല. നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു 5 പൈസ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇല്ല, ഈവൻ ഫേസ്ബുക്കിൽ ഇട്ടാലും വീഡിയോ ജസ്റ്റ് ഇട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ മോണിറ്റൈസേഷൻ ഭയങ്കര ഹൈപ്പിൽ ഫേസ്ബുക്കിൽ കിട്ടില്ല. പിന്നെ കിട്ടുന്നത് യൂട്യൂബിൽ ഷോർട്സിലൊക്കെയാണ്. അതും ഈ ആൾക്കാർ റമീത് മിരിയുടെ വരുമാനം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. മാസ വരുമാനം 5 ലക്ഷം 10 ലക്ഷം എന്നൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. കിട്ടിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ ഇപ്പം മലയാളം ഓൺ വോയിസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മലയാളികളുടെ അടുത്ത് മാത്രമാണ് ഈ മലയാളം എത്തുന്നത്. പക്ഷെ നമ്മുടെ ഗ്ലോബൽ ഓഡിയൻസിലേക്ക് എത്താൻ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് വ്യൂസ് വേണമെങ്കിൽ നമുക്ക് മലയാളികൾ എത്ര ഉണ്ടാവും? വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് നോർത്ത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തൊക്കെ പോകാനുണ്ടെങ്കിൽ നമ്മൾ വേറെ ലാംഗ്വേജ്, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജിൽ വീഡിയോ ചെയ്യണം. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ലാംഗ്വേജ് ഇല്ലാതെ ജസ്റ്റ് മ്യൂസിക് വെച്ച് ട്രെൻഡിങ് മ്യൂസിക് വെച്ച് സാധനം ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം മലയാളം മാത്രം ചെയ്തപ്പം കേരളത്തിൽ ഭയങ്കര നമ്മളെ വീഡിയോസ് കുറേ ആൾക്കാരിലേക്ക് എത്തി. പിന്നെ നമ്മൾ വെച്ച് നമുക്ക് ഒരു ഗ്രോത്ത് വേണം, ഒരു ബിയോണ്ട് ആൻഡ് അബവ് ഗ്രോത്ത് വേണം നമുക്ക്. അതാണ് ചില മലയാളി ക്രിയേറ്റേഴ്സ് നല്ല റീച്ചാണ്, മലയാളികളുടെ നല്ല ഫെമിലിയർ ഫേസ്. പക്ഷെ അവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ അവർക്കൊരു 300K 500K ഒക്കെ ഉണ്ടാവും, മില്യൺസ് ഫോളോവേഴ്സ് ഉണ്ടാവില്ല. അതിൻ്റെ മെയിൻ റീസൺ മലയാളികളിൽ മാത്രം കുടുങ്ങി നിൽക്കുമ്പം ഫോളോവേഴ്സ് ഗ്രോത്ത് ഉണ്ടാവില്ല. നമുക്ക് പൈസ ഇൻസ്റ്റാഗ്രാമിൽ നിന്നിട്ട് നമ്മൾ ബ്രാൻഡ് ഡീൽസ് ചെയ്യുമ്പോഴാണ്, വലിയ വലിയ പാൻ ഇന്ത്യ ബ്രാൻഡ്സിൻ്റെ ഒക്കെ ആഡൊക്കെ ചെയ്യുമ്പോൾ. അപ്പം അതിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓഡിയൻസിനെ പുറത്ത് പോകണം. അപ്പം നമ്മൾ മലയാളം ചെയ്യുന്നത് നിർത്തിയിട്ട് കുറച്ച് കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, മ്യൂസിക് മാത്രം ഇട്ടിട്ട് പോസ്റ്റ് പാട്ടത്തിൻ്റെ ഒക്കെ വീഡിയോ മില്യൺസ് പോയി 50 മില്യൺസ് ഒക്കെ എപ്പിസോഡ് വൈസ് ഇട്ടിട്ട് 50-30 മില്യൺ. അതെ, നമ്മളാണ് എനിക്ക് തോന്നുന്നു ആ ഒരു പോസ്റ്റ് പാട്ടം കുറച്ച് എലാബറേറ്റ് ചെയ്തിട്ട് ചെയ്തത്. പിന്നെ ഇപ്പം എല്ലാവരും ചെയ്യാൻ തുടങ്ങി. ആ ഒരു കണ്ടന്റ് ഞാൻ കണ്ട്, എൻ്റെ ഫ്രണ്ട്സും ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ ചെയ്തു. അപ്പം അത് ചെയ്തപ്പം മലയാളീൻ്റെ ആ ജോണർ മാറിയിട്ട് നമ്മൾ കുറച്ചു മാറി. അതിനുശേഷം നമ്മളെ ഗ്രോത്ത് അങ്ങ് 1 മില്യൺ കടന്നത് ഇൻസ്റ്റാഗ്രാമിൽ. അതുകൊണ്ടാണ് മലയാളികളുടെ അടുത്ത് റീച്ച് കുറഞ്ഞിട്ടില്ല. റീച്ച് ഇപ്പോഴും മില്യൺസിന്റെ മുകളിൽ തന്നെ ഉണ്ട്. പക്ഷെ കേരളത്തിൽ നമ്മുടെ ഓൺ വോയിസ് ഒന്ന് മാറിയോണ്ടുള്ള, പക്ഷെ ഇപ്പം വീണ്ടും നമ്മൾ വീണ്ടും മലയാളം ഓൺ വോയിസ് തന്നെ ചെയ്യാൻ തുടങ്ങി. പിന്നെ മിറി അവളുടെ അക്കൗണ്ടിൽ സോങ്സും കാര്യങ്ങളും ഡാൻസും, പിന്നെ ധാവണി മിറി എന്നാണ് കുറച്ച് മുന്നേ ഒരു പേരുണ്ടായത്. മിറിന്റെ അക്കൗണ്ടിൽ ഏതെടുത്ത് നോക്കിയാലും ധാവണിയാണ്. മ്യൂസിക് ഇട്ടത് മലയാളം ചെയ്താണെങ്കിൽ അങ്ങനെ വരില്ല. എല്ലാരും കണ്ട് അത്രയൊപ്പം അന്നൊരു 300 മില്യൺ അടിച്ചപ്പോ എന്തായിരുന്നു നിങ്ങളൊരു സന്തോഷം? എങ്ങനെയായിരുന്നു അത്? ഇവൻച്വലി ഇങ്ങനെ കൂടിക്കൂടി വന്നതാണ്. പക്ഷേങ്കില് അത് കിട്ടിയപ്പോ നമുക്കൊരു വലിയൊരു മൈൽ സ്റ്റോൺ അല്ലേ. 300 മില്യൺ ആള് നമ്മളുടെ ഒരു വീഡിയോ കാണുക ഉണ്ട്. കുറച്ച് വളരെ ചുരുക്കം ആളുകളില് ഒന്ന് അവർക്കിടയിൽ ഒരു റീച്ച് കുറച്ച് പേർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതെ, താങ്ക് യു. അങ്ങനെ ഒരുപാട് ചെയ്യണം കേട്ടോ. അത് മില്യോന്റെ ഒരു ഭാഗ്യം കൂടിയാണ്. അതെ, മില്യോ വന്നതിന് ശേഷം നമുക്ക് വെച്ചടി കയറ്റാം. ടച്ച് എവിടെ, ഫുഡ് എവിടെ, പച്ച തൊട്ടാലും മതി പച്ച പിടിക്കാൻ. അങ്ങനെ പണ്ട് നമ്മളെല്ലാം കളിക്കുന്നല്ലേ അങ്ങനെ പച്ചയൊക്കെ പിടിച്ചിട്ട്. ശരിക്കും അത് അമ്മ കാര്യല്ലേ? ഞാൻ ഏതോ യൂണിവേഴ്സിലായി പോയി. ഇറങ്ങി വരട്ടെ. പച്ചക്കളറിലെ യൂണിവേഴ്സ് എന്ത് പറഞ്ഞ ആള് വിശ്വസിക്കാം. പണ്ട് അങ്ങനെ കളിക്കാറുണ്ടല്ലേ, പച്ച പിടിക്കാൻ. അതല്ല, അത് സോറി, അത് വിട്ടുപോയി. അല്ല, അത് വിട്ട്. ഈ കുട്ടിക്ക് ഇടക്കിടക്ക് റിലേ പോകുന്നുണ്ട് കേട്ടോ. സംതിങ് റോങ് അല്ല, പക്ഷെ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ നിങ്ങളുടെ പോലെ നമുക്ക് റിലേ പോയ ആൾക്കാരാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഓൾറെഡി റിലേ പോയതാണല്ലോ. അപ്പൊ നിങ്ങളുടെ കൂടെ വെണ്ട റിലേ ഇടക്കിടക്ക് പോകുന്നത്.
എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ മുന്നിലിരിക്കുമ്പോൾ ഇവനില്ലേ സംസാരിച്ചോണ്ട് ഇടക്കിടക്ക് മെരീനെ നോക്കും, ഇവിടെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ട്, ഭാവമാറ്റം ഉണ്ട്. അതെ, ഇടക്ക് നമ്മൾ ഇങ്ങോട്ട് മാത്രം സംസാരിക്കുമ്പോഴേ മെറി, നീ അവളോട് ചോദിച്ചോ ക്വസ്റ്റ്യൻ. ഇവൾ എന്റെ അടുത്ത് അറിയും മിണ്ടാണ്ടിരിക്കുമേ, വീട്ടിൽ പോയവര് എന്നെ സംസാരിക്കാൻ സംസാരിക്കും. എനിക്ക് അത് കേൾക്കാൻ ഇഷ്ടമാണ്. ഹലോ വെറുതെ ഐ ആം എ ഗുഡ് ലിസണർ. ഓക്കെ, ആര് നീയോ? ആ മിത്തോടെ എന്നെ എന്തോ ഒരു ചീത്ത പറയുന്നത് കേട്ടിരിക്കും. ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ പറഞ്ഞാല് സത്യം പറയടി. ഇല്ല, ഇന്നലെ രാത്രി കൂടെ എന്നെ ചീത്ത പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറയുന്നു, എഡിറ്റ് ചെയ്ത് പറയുന്നത് കേൾക്കാൻ. എത്ര പ്രാവശ്യമായി പറഞ്ഞത്? അങ്ങനെ എന്റെ അടുത്ത് ഒരു 2 ആഴ്ചയായി. ഞാൻ റിയാക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഇങ്ങനെ കേട്ടിരുന്നിട്ട് മിത്തേട്ടൻ അപ്പാട് പോയി കിടന്നു. ഞാൻ റിയാക്ഷൻ എന്താ അറിയാവാ മെരി, മെരി ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും 2 ആഴ്ച നിന്റെ പിന്നാലെ നടക്കുന്നത്, ഒന്ന് ചെയ്തുകൂടാ എനിക്ക്? ഇല്ല, കിടന്നുറങ്ങി തീർത്തിട്ട്. എഡിറ്റിംഗ് നമ്മുടെ എല്ലാ കഷ്ടത. പണ്ട് മിത്തേട്ടന്റെ വീഡിയോ എഡിറ്റ് ചെയ്യും, എല്ലാ വീഡിയോ മിത്തേട്ടൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു. ഇപ്പൊ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ അതൊക്കെ മിത്തേട്ടനാ ചെയ്യാം. അപ്പൊ ഈ ബ്രാൻഡഡ് കണ്ടന്റ് വരുമല്ലോ, ബ്രാൻഡ് ഷൂട്ട് നമ്മൾ പ്രൊഫഷണൽ ക്യാമറയിൽ എടുക്കുന്നത്. അപ്പം നമ്മള് എനിക്കൊന്ന് മെറാൾഡേന്റെ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ മിത്തോട് പറഞ്ഞു ഇത് എങ്ങനെയൊന്ന് നല്ല വൃത്തിയിൽ എഡിറ്റ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പം ഞാനത് നല്ല വൃത്തിയിൽ ചെയ്ത മിറി എനിക്ക് ഇത്ര നല്ല എഡിറ്റ് എല്ലാം വിടുമേ. അപ്പോൾ ഫസ്റ്റത്തെ 2-3 എണ്ണം എഡിറ്റ് എനിക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആവും, ഞാൻ നല്ലയിടം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ 4 എണ്ണം ചെയ്ത് 5-മത്തെ ഇനി മൊത്തം പിന്നെ ഏത് ഷൂട്ട് കഴിയുമ്പോൾ എനിക്ക് പിന്നെ ടെൻഷനാവോ, ഇയാൾക്ക് ഇനി ഇത് തീർന്നു, ഷൂട്ട് ചെയ്ത് തീർന്നു, ഇനി ഞാനിരുന്ന് എഡിറ്റ് ചെയ്യണല്ലോ എൻ്റെ ഭഗവാനെ. പിന്നെ എഡിറ്റ് ചെയ്യുന്നവരെ മിത്തോടെ ഹെഡ് മാസ്റ്ററെ പോലെയാ, ഇടയ്ക്കിടക്ക് വരും എഡിറ്റ് ചെയ്തു എനിക്കത് മിത്തോടെ ഞാൻ ആകെ മെരീനോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ 24-ല് എല്ലാ ദിവസവും എഡിറ്റിംഗ് ഉണ്ടാവും, ഡെയിലി റിക്വസ്റ്റിംഗ് ആണ്. അതല്ലേ ഞാൻ പറഞ്ഞു, നല്ലൊരു അമ്മായിയമ്മയുണ്ട്. അതില് ഞാൻ ഭയങ്കര അത് അമ്മായിയമ്മ മാത്രല്ല, നമ്മൾ ഷൂട്ടിന് പോകുന്ന ദിവസം എൻ്റെ അമ്മക്ക് കുറെ കാര്യങ്ങൾ വീട്ടിൽ നോക്കാനുണ്ട്. അപ്പം പഞ്ചാലിന്റെ സ്റ്റാഫും കാര്യങ്ങളും നമുക്ക് 4 സ്റ്റാഫ് ഉണ്ട്. അപ്പൊ അവർക്ക് ഭക്ഷണം വീട്ടിൽ ഫുൾ മാനേജ് അമ്മയാണ്. അപ്പം മോനെ നമ്മളില്ലെങ്കിൽ നമ്മൾ അവിടെ ആക്കൂല. മെരീന്റെ അമ്മ അന്നത്തെ ദിവസം ലീവ് എടുക്കും. അത് നമ്മൾ മെരീന്റെ വീട്ടിൽ ആക്കിയിട്ടാണ്, ഒന്നിക്ക് അമ്മയുണ്ട് അല്ല അച്ഛനുണ്ടാകും, അവിടെ ആക്കിയിട്ടാണ് നമ്മൾ ഫുൾ ട്രാവൽ. ആദ്യമൊക്കെ നമ്മൾ മില്യോനെയും കൊണ്ട് ട്രാവൽ ബ്രസ്റ്റ് ഫീഡിങ് ഉള്ള സമയത്ത് പിന്നെ നമുക്ക് മനസ്സിലായി ആക്ച്വലി കുട്ടികളെ ഒട്ടും എൻജോയ് ചെയ്യില്ല. നമ്മളിങ്ങനെ ഒന്നാമത് വണ്ടിയിൽ അവർക്ക് പ്രോപ്പർ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ നമ്മൾ അവനെ എടുത്തു പോവാറേയില്ല. ഇപ്പൊ റീസെന്റ് നമ്മൾ കോഴിക്കോട് റിസോർട്ട് പോയപ്പോ അവനെ എടുത്തുകൊണ്ട് പോയി, അവൻ എൻജോയ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ അവന് റൂമിലിരിക്കാൻ ഇഷ്ടമാവുന്നില്ല. നമുക്ക് റൂമിലിരുന്ന് റിലാക്സ് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരിക്കും, ഇഷ്ടമായിരിക്കും. പക്ഷെ അവന് ഇങ്ങനെ ഓടി കളിക്കണം, അവന് ഇഷ്ടം. അതെ, അവന്റെ കുഞ്ഞു ഒരു ബ്രദർ ഉണ്ട് അവന്. അപ്പൊ അവനെ കണ്ട് അവന്റെ കൂടെ കളിക്കണം. അപ്പൊ അവന് ഇടക്കിടക്ക് പറയാ പോവാം ഇതെന്നെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അവൻ കംഫർട്ടബിൾ അല്ലേ, അവന് ഭയങ്കര ഇഷ്ടമാവുന്നു. അപ്പൊ പിന്നെ അതുകൊണ്ട് നമ്മൾ അവനെ മെയിൻ ആയിട്ട് കൂട്ടാത്തത്. ആൾക്കാര് കമന്റിലൊക്കെ ഇടും, ഓ നിങ്ങൾ രണ്ടാളും അടിച്ചു പൊളിച്ചാണോ കുട്ടീനെ കൂട്ടാനാണോ ഇല്ല, റിയാലിറ്റി അറിയില്ല. ഇതിപ്പോ നമ്മൾ ഇത് അടിച്ചു പൊളിക്കലല്ല ആക്ച്വലി, ഇത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ജോബ്. അപ്പൊ ആൾക്കാർ ഓഫീസിൽ പോകുമ്പോൾ കുട്ടികളെയും കൂട്ടിയിട്ടാണ് ഓഫീസിൽ പോകുന്നത്. നമ്മളുടെ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ നമ്മൾ ഈ 1 മിനിറ്റ് ഒക്കെ ചെയ്യുന്ന ബ്രാൻഡ് ഡീൽസ് ഒക്കെ ഉള്ള ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം 5 hours 6 hours ഒക്കെയാ. നമ്മൾ 8 hours വരെ ഷൂട്ട് ചെയ്ത ഇതുണ്ടല്ലേ നമ്മള് മറ്റേ ശോഭികയുടെ ഒരു ആഡ് ചെയ്തായിരുന്നു. 8 hours നമ്മൾ ഷൂട്ട് ചെയ്തത്. നല്ല വൈറലായിരുന്നു ആ വീഡിയോ. എനിക്കും ചെയ്തതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു ആഡാണ്. പക്ഷെ അതാണ് 1 മിനിറ്റിന്റെ വീഡിയോ. അത് നമ്മള് ഷോപ്പിങ്ങിന്റെ, അതായത് ഈ അതുപോലത്തെ ബ്രാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രസ് ചേഞ്ചിങ്ങും ഉണ്ടാവും. അപ്പൊ ഒരു ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ടൈം എടുക്കും. ട്രയൽ നോക്കി ഫിറ്റിംഗ് നോക്കണം, ഒരുങ്ങണം, അതിനനുസരിച്ചുള്ള ആക്സസറീസ് ചെയ്യണം.
അപ്പൊ അതിന് ടൈം എടുക്കും. അപ്പൊ അന്ന് ഭയങ്കര ടൈം. 8 hours ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല കുട്ടികൾക്ക്. അതാണ്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ പറയും നിങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിക്കാണ്. ഈ വീഡിയോയിൽ കാണുന്നതേ അടിച്ചു പൊളിയുള്ളൂ. ഈ 1 മിനിറ്റിന്റെ വീഡിയോ 8 hours ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാല് സത്യമല്ലേ. 1.5 മിനിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചില ബ്രാൻഡ്സിനൊക്കെ നമ്മൾ എത്ര എടുത്തു കഴിഞ്ഞാലും അതെടുക്കണം ഇതെടുക്കണം. അവർക്കും അറിയാം ഈ 1 മിനിറ്റ് ഇതിൽ വരുള്ളൂ, മാക്സിമം 1.5 മിനിറ്റാ. പക്ഷെ അവർക്ക് മാക്സിമം അതിൽ ഫില്ല് ചെയ്യണം. എത്ര എടുത്താലും നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞാൽ അവർക്ക് ഓക്കെ അല്ല. പക്ഷെ അവർ പേയ്മെന്റ് ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പം കുറേയൊക്കെ നമ്മളും ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മൾ കുറച്ചൊക്കെ അത് എഡിറ്റഡ് ആവാൻ തുടങ്ങി. ഷൂട്ട് എഡിറ്റഡ് ആവാൻ തുടങ്ങിയതുകൊണ്ട് നമുക്കത് കുറച്ച് ഈസി ആയി തുടങ്ങി. ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു അത്. ഡേറ്റ് ചെയ്തിട്ടില്ല. നല്ല എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാം ഓയോ റൂമല്ലേ. ഉമ്മ കൊടുത്തിന അങ്ങോട്ടും പറയാൻ. അതൊക്കെയാണ് ആ ഒരു കണക്ഷൻ. എന്നിട്ട് അവിടെ അത് അല്ല കൊറേ ഫാമിലി മൊത്തം ഫാമിലി അച്ഛൻ അമ്മ ഭാര്യ മാമൻ മാമി ചേച്ചി. അത്രയും നല്ല ഫാമിലി കിട്ടിയ എനിക്ക് ഭയങ്കര. നിങ്ങൾ സ്നേഹം കൂടുമ്പോൾ ചെയ്യുന്നത് എന്താണ്? സ്നേഹം കൂടുമ്പോ അയ്യേ സ്നേഹം കൂടുമ്പോ അല്ല, സ്നേഹം കൂടുമ്പം നമ്മൾ രണ്ടാള് ചെയ്യുന്നത് ആക്ച്വലി ചിലപ്പോ ഒച്ച വെച്ചിട്ടല്ലേ എന്നിട്ടാ സ്നേഹം കൂടുമ്പോ എന്താ പറയാ